വെൽക്കം ബാക്ക് ടു ഫ്രാക് സ്റ്റോറീസ്. സോ ഇന്ന് ഞാൻ ആക്ച്വലി കാലത്തൊരു വീഡിയോ കണ്ടായിരുന്നു, ഒരു പോഡ്കാസ്റ്റ്. അപ്പോൾ അതിലൊരു പുള്ളി പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. അതെന്താണെന്ന് വെച്ചാൽ, സക്സസ് ആവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പുള്ളി പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം ഫിഗർ ഔട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് നോക്കാതെ നിങ്ങളത് മാസീവ് സ്കെയിലിൽ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സൂണർ ഓർ ലേറ്റർ യൂണിവേഴ്സ് നമ്മളെ റിവാർഡ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റായി. സോ ദാറ്റ് ഐ ഓൾസോ വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. സോ ആ ഒരു നോട്ടിൽ നമുക്ക് നമ്മുടെ പെർഫ്യൂംസിനെ പറ്റി ഇന്ന് സംസാരിച്ച് തുടങ്ങാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം ആക്ച്വലി ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് വെരി ഗുഡ് ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ് ആസ് വെൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു OG ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ്, റസാസി. റസാസി എന്ന് കേൾക്കുമ്പം നിങ്ങൾ പ്രോബ്ലി ചിന്തിക്കുക ഹവാസ് ലൈൻ ആയിരിക്കും. ഹവാസൊക്കെ നമുക്ക് സംസാരിക്കാം, കുറച്ചുകൂടെ സമ്മറിലോട്ട് അടുക്കട്ടെ. സോ ഇന്നത്തെ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈസ് ഹവാസ് ഫയർ. ഇത് ലാസ്റ്റ് ഇയറിൽ റസാസി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഹവാസിൻ്റെ ഫ്ലാങ്കറാണ്. സോ ഹവാസ് ഫയർ എന്ന് പറയുന്ന ഈ ഒരു DNA, ഈ ഒരു പെർഫ്യൂമിനെ പറ്റിയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ, ഇത് ഒരു എക്സ്ട്രീംലി ഒരു കോംപ്ലിമെന്റ് പുള്ള് ചെയ്യാൻ പറ്റുന്ന ഒരു ബീസ്റ്റ് മോഡ് പെർഫോമറാണ്. ഇത് ആക്ച്വലി ഞാനിത് വാങ്ങുന്നത് ലാസ്റ്റ് ഇയർ ആണ്. ലാസ്റ്റ് ഇയറിൽ ഞാനൊരു 10 ml ഡീക്കാൻഡ് വാങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച കൊണ്ട് അത് ഫുള്ള് അത് യൂസ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇമ്മീഡിയറ്റ് പർച്ചേസ് ചെയ്തതാണ്. സോ ഇതിൻ്റെ ഒരു വൈബ്, ഇത് വാല്യൂ ഫോർ മണി ആണോ, ഇതിൻ്റെ പ്രൈസിങ്, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇതിൻ്റെ പ്രൈസിങ് ആക്ച്വലി ഇത് ലാസ്റ്റ് ഇയറിൽ ഒരുപാട് ഹൈപ്പ് കിട്ടിയ ഒരു ഫ്രാഗ്രൻസ് ആണ് ഹവാസിൻ്റെ ഫയർ എന്ന് പറയുന്നത്. അറൗണ്ട് ഒരു 4000 രൂപയ്ക്കൊക്കെയാണെന്ന് തോന്നുന്നു ഇത് ലോഞ്ച് ആയത്. ഞാനിത് ആക്ച്വലി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 3500 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് കിടന്നിരുന്നത്. കുറച്ചു കാലം അതിങ്ങനെ നോക്കി ഇരുന്നു, അത് റേറ്റ് കുറയുന്നു നോക്കിയിരുന്നു. അങ്ങനെ ഒരിക്കലും അത് 3200 റേഞ്ചിലൊക്കെ വന്നപ്പോൾ ഞാനത് ആക്ച്വലി അന്ന് പർച്ചേസ് ചെയ്തു. ഇതിൻ്റെ ഒരു DNA, ഇതിൻ്റെ ഒരു DNA എന്നൊക്കെ പറയുമ്പോൾ, ഇത് ആക്ച്വലി ഒരു എക്സ്ട്രീംലി ഒരു ഷുഗറി സ്വീറ്റ്നെസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെയാണ് ഈ DNA നന്നായി ഇഷ്ടപ്പെടുക. അതായത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു നമുക്ക് കോംപ്ലിമെന്റ് കിട്ടാനുള്ള നല്ലൊരു ചാൻസ് ഈ ഒരു DNAയിലുണ്ട്. നല്ല ഷുഗറി ആയിട്ടുള്ള, സിറപ്പി ഷുഗർനെസ് ആയിട്ടുള്ള, അതുകൂടാതെ ഇപ്പോഴാണ് അത് ആക്ച്വലി നല്ല രീതിയിൽ ആ എയറിൽ വരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ബ്യൂട്ടിഫുൾ. അത് ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞതിൽ ഇത് ആ എയറിൽ ഇതൊന്ന് 3-4 തവണ സ്പ്രേ ചെയ്തതിന് ശേഷം എയറിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അത് ശരിക്കും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എവിടെ നിന്നാണ് ഈ ഒരു സ്മെല്ല് വരുന്നതെന്ന് എല്ലാവരും പെട്ടെന്ന് ചെക്ക് ചെയ്യും. കാരണം ഇതിൻ്റെ ഒരു DNA അത്തരത്തിലുള്ള DNA ആണ്. അത് ഒന്ന് കുറച്ച് അക്വാട്ടിക് ആയിട്ടുള്ള ഒരു സ്വീറ്റ്നെസ്സോട് കൂടിയ ഒരു ടൈപ്പ് ഓഫ് DNA. അതിൻ്റെ ബേസിൽ കുറച്ച് ഊത് ടച്ചൊക്കെ ഉണ്ട്. ഈ ഊതെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മടുപ്പിക്കുന്ന ഊതോ അങ്ങനെയൊന്നും അല്ല. സ്ട്രോങ് ആണ്, ഒബ്വിയസ്ലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു DNA ആണ്. ഒരു 10 hourൊക്കെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത്. ഒരു 10 hours വരെയൊക്കെ ഈസി ആയിട്ട് നിൽക്കും. ഹെവി പ്രൊജക്ഷൻ ആണ് ഇത്. ആക്ച്വലി ഞാൻ ലാസ്റ്റ് വീക്കിൽ ഞാനിത് ഈവനിങ്ങിൽ ഒരു സിനിമ കാണാൻ പോയപ്പോൾ ഞാനിത് അടിച്ചിട്ടാണ് പോയത്. ഒരു അറൗണ്ട് ഒരു 4 to 6 സ്പ്രേസ് ഒക്കെ അടിച്ചു. അപ്പം തിയേറ്ററിൽ പോയിട്ട് ആ മൂവി കഴിയുന്നിടം വരെ ഇത് പ്രൊജക്ട് ചെയ്യുന്നത് എനിക്ക് തന്നെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതൊരു ബാഡ് ഡിസിഷൻ ആയിരുന്നു. അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിലൊക്കെ ഇത് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളെ നോട്ടീസ് ചെയ്യും. അപ്പം ഇതിന്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3500 റേഞ്ചിലൊക്കെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെയും കുറച്ച് മേലേക്ക് പോയി. ഒരു 3000 റുപ്പീസിലൊക്കെ വരുന്ന സമയത്ത് ഒരു 3200 റേഞ്ചിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ച് ഓവർ പ്രൈസ്ഡ് എന്നാണ് ഞാൻ പറയുക. കാരണം അത്രയും ഒരു റസാസിയുടെ ഹവാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാത്തിൻ്റെയും ലോഞ്ച് ടൈമിൽ അത് നല്ല റേറ്റ് ആയിരിക്കും. അവർ യൂഷ്വലി അവരുടെ എല്ലാം അവരൊരു 4000 റേഞ്ചിലാണ് ലോഞ്ച് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് താഴേക്ക് വരും. അപ്പോൾ നിങ്ങളൊരു 3200 to 3000 റേഞ്ച്, ആ റേഞ്ചിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക.
ഇത് ഏത് DNA-യുമായിട്ടാണ് മാച്ച് ചെയ്ത് നിൽക്കുന്നത്, അതായത് ഇതുമായിട്ട് സാമ്യമുള്ള ഒരു DNA, അല്ലെങ്കിൽ ആർക്കാണ് ഇത് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ 9pm റിബൽ എന്ന് പറയുന്ന പെർഫ്യൂം നമ്മൾ ആക്ച്വലി അതിനെപ്പറ്റി സംസാരിച്ചില്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ റസാസി ഹവാസ് ഫയർ ആണെങ്കിലും 9pm റിബൽ ആണെങ്കിലും ഒരു സെയിം കൈൻഡ് ഓഫ് ടെറിട്ടറി എന്നാണ് രണ്ടും വരിക. കാരണം രണ്ടിലും ഉള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. രണ്ടും ഹെവിലി പ്രൊജക്ട് ചെയ്യുന്ന രണ്ട് പെർഫ്യൂമാണ്. രണ്ടും സ്വീറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ഷുഗറി സ്വീറ്റ്നെസ് ഉള്ള പെർഫ്യൂംസ് ആണ്. രണ്ടിൻ്റെയും പെർഫോമൻസ് എന്ന് പറയുന്നത് ഈസിലി 10 to 8 hours ഈസിലി എത്തുന്ന ഒരു പെർഫ്യൂമാണ് രണ്ടും വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു വ്യത്യാസം, ഇതിൻ്റെ ഒരു വൈബ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ഹവാസ് ഫയറിൽ വരുമ്പോൾ ഇത് എബോവ് 25 ആയിട്ടുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതും, റിബൽ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കൂടുതൽ സജസ്റ്റ് ചെയ്യും ഒരു അണ്ടർ 25. കാരണം ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു മെച്യൂർ DNA ആണ് ഇത്. കാരണം റിബൽ എന്ന് പറയുന്നത് തികച്ചും ഒരു കോളേജ് സ്റ്റുഡൻസിനൊക്കെയാണ് കുറച്ചുകൂടെ ആപ്റ്റ് ആവുക. അതായത് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുറച്ച് കോളേജ് സ്റ്റുഡൻറ്, അങ്ങനെ ഒരു കാറ്റഗറി. ഇതിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു വൈബ് എന്നൊക്കെ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഇവന്റിൽ പങ്കെടുക്കുന്ന സമയത്താണ്. അതായത് നമ്മുടെ നാട്ടിലെ കല്യാണം, പാലുകാച്ചൽ, 28 കെട്ട്, അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ, അതായത് ഒരു ക്രൗഡിൻ്റെ ഇടയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, അത് ഒരു ക്ലോസ്ഡ് എൻവിറോൺമെന്റ് അല്ല, ഒരു ഓപ്പൺ ഒരു സ്പേസിലേക്കൊക്കെ പോകും. നമ്മുടെ നാട്ടിലേക്ക് കല്യാണമൊക്കെ അറിയത്തില്ലേ, നമ്മൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ പുറത്ത് ഫ്രണ്ട്സുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി നിൽക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി ഔട്ടിങ്ങിനോ, അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ആണ് ഇതിൻ്റെ ഒരു വൈബ് ശരിക്കും വരിക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് മാരകമായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. നിങ്ങളുടെ പ്രസൻസ് എല്ലാവരെയും അറിയിക്കും. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ സെൻസ് ചെയ്യാൻ പറ്റും. ആ ഇവന്റ് കഴിയുന്നിടം വരെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് സുഖമായിട്ട് ഈ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്കെല്ലാം അത് നല്ലതായിട്ട് അറിയാനും പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വൈബാണ് ഇതിൽ വരിക. പിന്നെ ഒരു ഓഫീസ് സെറ്റപ്പിലേക്ക് അത്ര സജസ്റ്റബിൾ അല്ല, ഒരു 50-50 ആണ്. കാരണം ഹെവി പ്രൊജക്ഷൻ തന്നെയാണ് പ്രശ്നം. പിന്നെ നിങ്ങൾക്ക് ഇത് അണ്ടർ സ്പ്രേ ചെയ്തിട്ട്, അതായത് ഇതൊരു 6 സ്പ്രേക്കൊക്കെ മേലെ പോയി കഴിഞ്ഞാൽ കൈവിട്ടു പോകുന്ന രീതിയിലുള്ള പ്രൊജക്ഷനൊക്കെ വരും. അപ്പം അത് നിങ്ങളൊരു ഓഫീസിലെ ഒരു AC എൻവിറോൺമെന്റിലൊന്നും എല്ലാവരെയും അറിയിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. അതുകൊണ്ട് തന്നെ ഓഫീസിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 to 4 സ്പ്രേസ് ഒക്കെ മാക്സിമം അടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇത് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു DNA-യുടെ പ്രത്യേകത. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു DNA ആണിത്. കാരണം എനിക്ക് പൊതുവെ ഷുഗറി ആയിട്ടുള്ള DNAസിനോട് ഭയങ്കര താല്പര്യമാണ്. ചില ആളുകൾക്ക് ചിലപ്പം ഹെഡേക്ക് ഇൻഡ്യൂസിങ് ഒക്കെ ആയിട്ട് തോന്നാം, പക്ഷെ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല അതൊരു അക്വാട്ടിക് ടച്ചൊക്കെ ഉള്ളതുകൊണ്ട്, കുറച്ച് അക്വാട്ടിക് ടച്ചും ചെറിയൊരു ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു കോംപ്ലക്സിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് ഫ്രാഗ്രന്റിക്കയിൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ ഒരു സിന്തറ്റിക്നെസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പലരുടെയും കമന്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടില്ല. സോ ബേസിക്കലി ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു റസാസി ഹവാസ് ഫയറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. So if you are above 25, you can buy a Deacon and you can understand about this DNA. Then നിങ്ങൾക്ക് ഇത് ഇംപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് ഷുഗറി പെർഫ്യൂംസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു DNA ആണ്. കോംപ്ലിമെന്റ് ആണ് നിങ്ങൾ നോക്കുന്നത്, പെർഫോമൻസ് ആണ് നിങ്ങളുടെ ഹയസ്റ്റ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ, പെർഫോമൻസ്, കോംപ്ലിമെന്റ്സ്, ഇങ്ങനെയുള്ളൊരു രീതിയിലാണ് നിങ്ങളൊരു പെർഫ്യൂം ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഔട്ടിങ്, ഒരു സ്പെഷ്യൽ ഇവന്റ്സിനോ അല്ലെങ്കിൽ അങ്ങനെ കല്യാണത്തിനോ അങ്ങനെയൊക്കെയുള്ള ഇവന്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഒരു ബീസ്റ്റ് മോഡ് പെർഫോമർ വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങാം. എന്നിരുന്നാലും ഡീക്കിൻ്റെ വേണമെങ്കിൽ ഒന്ന് വാങ്ങി നോക്കുക. പിന്നെ വാങ്ങിച്ചിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം അത്യാവശ്യം നല്ല വിലയുണ്ട്. അതുകൊണ്ടാണ് റേറ്റിന്റെ കേസ് പല വെബ്സൈറ്റിലും 3500 റേഞ്ചിലൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. ട്രൈ ടു ബൈ ഇറ്റ് അറ്റ് 3000 to 3200 റേഞ്ച്. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ ഫയറിന്റെ ഹവാസ് ഫയറിന്റെ വിശേഷങ്ങൾ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നല്ലൊരു അൾട്ടിമേറ്റ് വാല്യൂ ബൈ ഓപ്ഷനുമായിട്ട് ഞാൻ വരാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. സോ ടിൽ ദെൻ ബൈ.